തൃശൂർ കൊടുങ്ങല്ലൂരിൽ യുവതിയുടെ ആത്മഹത്യയിൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾക്കെതിരെ ബന്ധുക്കൾ മൊഴി നൽകി. എറിയാട് സ്വദേശി ഷിനിയാണ് മരിച്ചത്. കളക്ഷൻ ഏജന്റുമാരെത്തി തിരിച്ചടവ് തുകയ്ക്കായി സമ്മർദ്ദം ചെലുത്തിയതിനെ തുടർന്നാണ് ആത്മഹത്യ എന്നാണ് ഷിനിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, നേരത്തെ ബ്ലേഡ് വലിച്ചക്കാരുടെ വിരട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ഓപ്പറേഷൻ കുബേരയൊക്കെ അതിൻ്റെ പിന്നാലെ നമ്മൾ കണ്ടതുമാണ്. സമാനമായ രീതിയിലുള്ള ഒരു സമ്മർദ്ദപ്പെടുത്തൽ ഉണ്ടായി എന്നാണോ ബന്ധുക്കളുടെ ആരോപണം? ഹാഷ്മി, മൈക്രോ ഫിനാൻസ് സംഘം ഈ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയതോടുകൂടിയാണ് യുവതി ആത്മഹത്യ ചെയ്യുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കൊടുങ്ങല്ലൂർ പാലാമുറ്റം സ്വദേശിനിയായിട്ടുള്ള ഷിനിയാണ് ഇന്നലെ ഉച്ചയോടുകൂടി കിടപ്പുമുറിയിൽ ആത്മഹത്യ ചെയ്തത്. അതായത് രാവിലെ ഈ മൈക്രോ ഫിനാൻസ് സംഘം അവിടെ എത്തുന്നു. തിരിച്ചടവ് തുക, അതായത് മുടങ്ങിയതിനെ തുടർന്ന് ഈ തുക തിരിച്ചടയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ തൻ്റെ കയ്യിൽ പണമില്ല. അടുത്ത ദിവസത്തേക്ക് ഇവർ ഒരു അവധി ചോദിക്കുന്നു. പക്ഷേ ഈ അവധി പറഞ്ഞിട്ടും ഇവർ മടങ്ങിപ്പോകാൻ തയ്യാറാകാതെ വീടിന് മുന്നിൽ തന്നെ ഈ മൈക്രോ ഫിനാൻസ് സംഘം നിലയുറപ്പിക്കുകയായിരുന്നു. ഇതോടുകൂടി ഇവർ വലിയ മനോവിഷമത്തിലാകുകയും വീടിനകത്ത് കയറി വാതിലടച്ച് ഈ ആത്മഹത്യക്ക് ശ്രമിക്കുകയുമായിരുന്നു. പിന്നീട് നാട്ടുകാർ ഇത് ശ്രദ്ധയിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിൽ പോലും ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും ഈ ഷിനി മരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ ഇതിൽ കുടുംബം ഇപ്പോൾ പോലീസിന് നിർണായകമായ മൊഴി നൽകിയിരിക്കുന്നു. കൃത്യമായ രീതിയിൽ ഈ മൈക്രോ ഫിനാൻസ് സംഘം ഭീഷണിപ്പെടുത്തിയതാണ് ഈ ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഈ ഭർത്താവിൻ്റെ അച്ഛനായിട്ടുള്ള രമണൻ മൊഴി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വലിയ രീതിയിൽ വീട്ടിലെത്തി ഈ മൈക്രോ ഫിനാൻസ് സംഘത്തിൻ്റെ ആളുകൾ പലപ്പോഴും ഭീഷണിപ്പെടുത്താറുണ്ടായിരുന്നു. ഈ മനോവിഷമമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് കുടുംബം ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ തുടർ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ആഷ്മി. ഓക്കെ, സൂരജ് സജിയാണ് ആ വാർത്തകൾ വിവരങ്ങൾ നൽകിയത്. ഈ പറയുന്ന ആൾക്കാർ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. അതിൻ്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഇവർ മൂന്നുപേരും കൂടി ഈ ലോൺകാരെല്ലാവരും കൂടി ഇവർ തമ്മി എന്തോ പറയുന്നുണ്ട്. പറഞ്ഞത് എൻ്റെ മരുമോൾക്ക് കേട്ടിട്ടുണ്ട്. തയ്ക്കാൻ പറ്റാത്ത എന്തോ കാര്യമാണ്. ഞാൻ കേട്ടില്ല. ഒരു പറഞ്ഞിട്ട് ഇവള് പേരെ വലി വന്നുമ്പോൾ അത് അടച്ചി. അപ്പം വാതിലടച്ച് ഇരിക്കുന്നതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ അവരെല്ലാം എന്തായ ജനങ്ങൾ മുഴുവൻ കൂടി ഇങ്ങനെ ഓടിക്കുന്നു. ഞാൻ പറഞ്ഞു പെട്ടെന്ന് എല്ലാവരും ഓടിക്കും വന്ന് വാതിൽ ഒറ്റ പൊളിച്ച് ഇങ്ങനെ തൂങ്ങിയിരിക്കണേന്ന് വിളി. അങ്ങനെ ആത്മഹത്യയിലേക്ക് അവരുടെ ഭീഷണിയാണോ എന്ന കാര്യമൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ.